നമസ്കാരം എല്ലാവർക്കും. ഞാൻ ശ്രീജിത്ത്. യു ആർ വാച്ചിങ് ഫ്യൂഷൻ കുസൈൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജ് മഞ്ചൂരിയൻ ആണ്. വെജ് മഞ്ചൂരിയനിലേക്ക് ആവശ്യമായത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വെജ് മഞ്ചൂരിയനിലേക്ക് ആവശ്യമായ ബാറ്റർ തയ്യാറാക്കാം. 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 4 സ്പൂൺ ബീൻസ് ചോപ്പ് ചെയ്തത്, 4 സ്പൂൺ ക്യാരറ്റ് ചോപ്പ് ചെയ്ത്, 4 സ്പൂൺ ഓണിയൻ ചോപ്പ് ചെയ്തത്, സ്പൂൺ ക്യാബേജ് ചോപ്പ് ചെയ്തത്, ഒരു 3 സ്പൂൺ കോൺഫ്ലവർ, അതേ സെയിം റേഷ്യോയിൽ 3 സ്പൂൺ മൈദ ഇടാം, 1/2 സ്പൂൺ സോൾട്ട്, 1/4 സ്പൂൺ ഷുഗർ, 1/4 സ്പൂൺ ബ്ലാക്ക് പെപ്പർ, 1/4 സ്പൂൺ സോയ സോസ്. ബാറ്ററി ഇതേപോലെ നല്ലപോലെ കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുമ്പോൾ നല്ല തിക്ക് ഉണ്ടെന്ന് നമുക്ക് തോന്നണം. കാരണം ബോൾ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ബോളുകളായിട്ട് നമ്മളിത് വറുത്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ബോൾ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ഇരിക്കണം എന്നുള്ള ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഇതിൽ വേണമെങ്കിൽ ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാം. ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒന്നുകൂടി സ്പൈസി വേണമെങ്കിൽ ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാം. ലേശം ജിഞ്ചർ ലേശം ചോപ്പ് ചെയ്തിടാം. അത് നല്ല ഫ്ലേവർ ഉണ്ടാവും. നോർമലായിട്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. താല്പര്യമുള്ളവർ അവരുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് ചെയ്യാം. വെജ് മഞ്ചൂരിനുള്ള ഓയിൽ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെജ് മഞ്ചൂരിൻ്റെ ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി വെജ് മഞ്ചൂരിയൻ നമുക്കിടാം. ഇതിലേക്ക് ചെറിയ ചെറിയ ബോളുകളായിട്ട് ഈ സൈസിലുള്ള ബോളുകളാക്കി നമുക്കിടാം. ബോൾ വല്ലാണ്ട് വലുപ്പമാവണ്ട, കാണാൻ ഭംഗിയുണ്ടാവില്ല. ഓക്കെ, നമ്മുടെ വെജ് മഞ്ചൂരിയൻ പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വെജ് മഞ്ചൂരിയൻ്റെ ബോൾസ് കറക്റ്റ് നല്ല ക്രിസ്പി ആയിട്ടും നല്ല ക്രഞ്ചി ആയിട്ടും ആയിട്ടുണ്ട്. സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. ഇതാണ് ആ കറക്റ്റ് പാകം. ഓക്കെ, ബോളുകൾ വറുത്തെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വെജ് മഞ്ചൂരിയൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മൾ വെജ് മഞ്ചൂരിയൻ വറുത്ത അതേ ഓയിലിൽ തന്നെയാണ് നമ്മൾ വെജ് മഞ്ചൂരിയൻ അടിക്കാൻ പോകുന്നത്. അതിലേക്ക് ഒരു 30 ml ഓയിൽ, ഏകദേശം 30 to 50 ml ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫസ്റ്റ് നമ്മൾ ലേശം ജിഞ്ചർ ആൻഡ് ലേശം ഗാർലിക്, കുറച്ച് മതി, ഒരു 1/2 സ്പൂൺ അളവിൽ എടുക്കുക. ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എടുത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തു. അതിലേക്ക് ഓണിയൻ, അതിലേക്ക് ഫുള്ളായിട്ട് 200 ഗ്രാം ഓണിയൻ തന്നെ എടുത്തോളാം. 200 ഗ്രാം ഓണിയൻ എടുത്തിട്ട് ഇങ്ങനെ സോട്ട് ചെയ്യുക. അതിലേക്ക് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്യും. ഓണിയൻ സ്ലൈറ്റായിട്ട് കുക്കാകുമ്പോൾ ആ ജിഞ്ചർ ഗാർലിക്കിൻ്റെ റോ സ്മെല്ല് ഒന്ന് പോയി കിട്ടിയാൽ മതി കേട്ടോ. റോ സ്മെല്ല് പോയി കിട്ടണോടത്ത് കൂടി തന്നെ
ഇതിലേക്ക് ചോപ്ഡ് ഗ്രീൻ ചില്ലി ആഡ് ചെയ്യുക. ഒരു 2 ടീസ്പൂൺ. ഒരു 3 ടീസ്പൂൺ ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാം. ഇത് ഒന്ന് സോട്ടായി വരുമ്പോൾ ഇതിലേക്ക് വന്നിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, ഒരു ഫുള്ളായിട്ടുള്ള ക്യാപ്സിക്കം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം കൂടി നമ്മൾ ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് പേരിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചെറിയൊരു ഇതിന് വേണ്ടിയിട്ട് മാത്രമല്ല വെള്ളമാണ് ഒഴിക്കുന്നത് നമ്മൾ. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ബ്ലാക്ക് പെപ്പർ, ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പർ യൂസ് ചെയ്യണം. ഞാൻ വൈറ്റ് പെപ്പർ യൂസ് ചെയ്യണില്ല, ക്രഷ് ചെയ്ത് ബ്ലാക്ക് പെപ്പറാണ് യൂസ് ചെയ്യണം. 1 സ്പൂൺ ഷുഗർ, ഒരു 1/2 സ്പൂൺ സോൾട്ട്, ഇതും കൂടി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് 1 2 3 4 സ്പൂൺ ടൊമാറ്റോ സോസ്. 1 2 3 4. ഒരു 4 ടീസ്പൂൺ ചില്ലി സോസും 1 2. ഓക്കെ, നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി. ഇതിലേക്ക് നമ്മൾ ആ ചോപ്പ് ചെയ്ത് വെച്ച കൊറിയാൻഡർ ലീവ്സ് ഇട്ട് കൊടുക്കുക. ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. കൊറിയാൻഡർ ലീവ്സ് ആണ് മെയിൻ ആയിട്ടുള്ള മഞ്ചൂരിയൻ്റെ ഫ്ലേവർ. ഇതിലേക്ക് നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള വറുത്തെടുത്ത വെജ് മഞ്ചൂരിയൻ്റെ ബോൾസ് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഓയിൽ മുകളിൽ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫയറിലിട്ട് അടിക്കാം കേട്ടോ. റെഡി? ഓക്കെ, നമ്മളെ വെജ് മഞ്ചൂരി റെഡി ആയിട്ട് അതിലേക്ക് മുകളിലേക്ക് ചോപ്ഡ് കൊറിയാൻഡർ, ചോപ്ഡ് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ വെജ് മഞ്ചൂരി നമുക്കിനി പ്ലേറ്റ് ചെയ്യാം.
ഇതിൽ ടോപ്പ് കൊറിയാണ്ടർ ലീവ്സും കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ വെജ് മഞ്ചൂരിയൻ റെഡി ആയിട്ട്. വെജ് മഞ്ചൂരിയൻ എല്ലാവർക്കും കണ്ടിഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കണ്ടിഷ്ടപ്പെട്ടവരെല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.